അതിനെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇനി അവർക്ക് പാടണം എന്ന് ആഗ്രഹം ഉള്ള ആൾക്കാരുണ്ടല്ലോ. എല്ലാ വീട്ടിലും ഇപ്പൊ ഒരു കലാകാരന്മാരുണ്ടാവുമല്ലോ, ഓല് കൊണ്ടുവരാനായിട്ടുള്ള ആളുണ്ടാവില്ല. അതാണ് എല്ലാവർക്കും പാടാനുള്ള എല്ലാവർക്കും പല പല കഴിവുകളുണ്ട്. ഇപ്പൊ എല്ലാ വീട്ടിലും ഒരു കലാകാരന്മാരുണ്ടാവും, ഓലെ കൊണ്ടുവരാനായിട്ട് ഒരാളും കൂടി വേണം. അപ്പൊ എല്ലാരും എല്ലാ രീതിയിലെത്തും, മുന്നിലോട്ടെത്തും എല്ലാരും. ആരെ പോലെ ആവണം എന്നാണ് അതിന് ആഗ്രഹം? ഒരു ശ്രേയ ഘോഷാൽ. ശ്രേയ ഘോഷാലിന്റെ ഒരു പാട്ട് പാടിത്തരാൻ പറ്റും? ധടക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദിയിലെ ഒരു പാട്ട്, ഒരു 2 വരി. ഹോ കോയി ബാന്ദനി छोड़ा ओढ़ के बाबुल की गली. ഞാൻ ട്രെൻഡിങ് സോങ്സ് ഒക്കെ പാടണമെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാടാൻ കുറെ ലേറ്റ്. അപ്പൊ ഇപ്പൊ പറയും ഇപ്പൊ തന്നെ പാടിക്കൊന്നാലേ ട്രെൻഡ് ആവുള്ളൂ എന്ന് പറയും. ഓക്കെ, അത്യാവശ്യം ലൈക്സ് കിട്ടിയ ഒരു ഹിന്ദി പാട്ടില്ലേ, മേഘർ കഹു, അത് 2 വരി പാടും. तुमको पाया है तुझे से खोया हूँ, कहना चाह भी तो तुमसे क्या कहूँ. അത് TSS വടക്കാക്കര സ്കൂളിലല്ലേ പഠിക്കുന്നത് ഇപ്പൊ? അപ്പൊ കലോത്സവത്തിനൊക്കെ പോകാറുണ്ടോ? കലോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം സ്റ്റേറ്റ് കലോത്സവത്തില് മാപ്പിളപ്പാട്ടില് കൂടിയിട്ടുണ്ടായിരുന്നു. A grade കിട്ടി. ഏത് പാട്ടായിരുന്നു? ഇപ്രാവശ്യം തെരഞ്ഞിട്ടുള്ള ടോപ്പിക് ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. എല്ലാരും അത് സ്വീകരിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. ഈസി ടോക്സ് പീസി ടെയിൽസ്. സംഗീത ലോകത്തേക്ക് ശബ്ദങ്ങളെ അനുസ്മരിക്കാൻ ഇതാ ഒരു പുതിയ ഇടം, ദ സൗണ്ട്. ഹലോ എവ്രി വൺ, ഇന്ന് ഒരു മ്യൂസിക്കൽ എപ്പിസോഡാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. യെസ്, നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു കുട്ടി പാട്ടുകാരിയാണ്, ദ വൺ ആൻഡ് ഓൺലി അസിൻ വെള്ളില. സോ അസിൻ, വെൽക്കം ടു ആ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? സുഖാണ്. അസിൻ ഭയങ്കര ബിസി ആണല്ലോ, ഇപ്പൊ തന്നെ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു റെക്കോർഡിംഗ് ഒക്കെ? അടിപൊളിയായിരുന്നു. എന്തായിരുന്നു? ഒരു ചരിത്രം, അങ്ങനത്തെ ഒരു സോങ് ആയിരുന്നു ഇപ്പൊ ഇന്ന് പാടാണ്ടായിരുന്നു. ആണല്ലേ. അപ്പൊ അസിൻ 11 വയസ്സില് വൈറൽ സിംഗർ എന്ന ടൈറ്റിൽ കിട്ടി, ഇപ്പൊ 14 വയസ്സായില്ലേ? 14 വയസ്സ്. യെസ്. അപ്പം യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ആയി തുടങ്ങി, സെലിബ്രിറ്റി ആയി തുടങ്ങി ഓൾമോസ്റ്റ്. അപ്പം ഈ വീഡിയോ റിലീസ് ആയി കഴിയുമ്പോൾ അതിനെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ ചിലവർ പറയില്ലേ, അയ്യോ ഈ കുട്ടിയെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, ഓർമ്മ വരുന്നില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാല്ലേ? അപ്പം അതിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും പറയാം? എൻ്റെ പേര് അസിൻ. പിന്നെ വെള്ളില എന്നുള്ളത് എൻ്റെ സ്ഥലമാണ്, മലപ്പുറം മഞ്ചേരി ഭാഗത്ത് വെള്ളില എന്ന് പറയും. പിന്നെ ഞാൻ 8th പഠിക്കുന്നത്. TSS വടക്കാങ്ങര എന്നാണ് സ്കൂളിൻ്റെ പേര്. ഓക്കെ. പിന്നെ 2018 ഞാൻ പാട്ടിലേക്ക് കടന്നു വരുന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 300 ഷോസിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയണു അല്ലെ? ലോങ് ജേർണി ആണത്. ഇത്ര യങ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. അതിനെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇനി അവർക്ക് പാടണം എന്ന് ആഗ്രഹം ഉള്ള ആൾക്കാരുണ്ടല്ലോ. എല്ലാ വീട്ടിലും ഇപ്പൊ ഒരു കലാകാരന്മാരുണ്ടാവുമല്ലോ, ഓല് കൊണ്ടുവരാനായിട്ടുള്ള ആളുണ്ടാവില്ല. അതാണ് എല്ലാവർക്കും പാടാനുള്ള എല്ലാവർക്കും പല പല കഴിവുകളുണ്ട്. ഇപ്പൊ എല്ലാ വീട്ടിലും ഒരു കലാകാരന്മാരുണ്ടാവും, ഓലെ കൊണ്ടുവരാനായിട്ട് ഒരാളും കൂടി വേണം. അപ്പൊ എല്ലാരും എല്ലാ രീതിയിലെത്തും, മുന്നിലോട്ടെത്തും എല്ലാരും. അസിന്റെ വീട്ടിൽ എങ്ങനെയാ, സപ്പോർട്ടാണോ? വീട്ടിൽ സപ്പോർട്ടാണ്. ഉപ്പ സപ്പോർട്ട് ചെയ്യും. ഉപ്പയാണ് പ്രോഗ്രാമിനൊക്കെ കൂടെ വരാറ്. ഇൻസ്റ്റയിലെ കണ്ടു പാരന്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സിസ്റ്റേഴ്സും പിന്നെ ഉപ്പയും ചെയ്യുന്നു. ആണല്ലേ. അപ്പൊ ഉമ്മ വീട്ടിലുണ്ട്. ഉമ്മ ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ വരാറുണ്ട്. അടിപൊളി. വീട്ടിലാരെങ്കിലും പാട്ടുകാരുണ്ടോ? വലിയ താത്ത പാടും. ചേച്ചിയുടെ പേര്? അഫീഫ. ഓക്കെ. ചേച്ചി ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് കുറച്ച് മുമ്പ് ഹിന്ദി സോങ്സ് ഒക്കെ കുറെ പാടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പാടും. ഓക്കെ. ചേച്ചി ഷോസ് ചെയ്യാറുണ്ടോ? ഇല്ല, കുറെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ റിയാലിറ്റി ഷോ തോന്നുന്നത്. ചേച്ചിയാണോ അതിന്റെ ഇൻസ്പിറേഷൻ? അതെ, താത്താടെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അടിപൊളി. അപ്പോ ഈ ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് 2 വരി പാട്ട്, വൈറലായ പാട്ടുണ്ടല്ലോ, അതൊന്ന് പാടിത്തരാൻ പറ്റും? ഈ ഒരു പാട്ട് ഞാൻ 2018 3ാം ക്ലാസ് പഠിക്കുമ്പോൾ പാടിയൊരു പാട്ടാണ്. ഒരു പാട്രിയോട്ടിക് സോങ് ആണ്.
ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണിതല്ലോ സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. അടിപൊളി. ഓ മൈ ഗോഡ്, താങ്ക് യു. മാജിക്കലാണ് അജിന്റെ വോയിസ്, സീരിയസ്ലി. അപ്പൊ ഈ വോയിസ് പ്രൊഫഷണൽ ആക്കിയാണോ, ഐ മീൻ ഫ്യൂച്ചറിൽ ഇത് പാട്ടൊരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹമുണ്ടോ, അതോ ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി നല്ല ആഗ്രഹമുണ്ട്. അതോ സൈഡായിട്ട് വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ അതിന്റെ കൂടെ? ആ, ഇപ്പൊ അഭിനയിക്കാനോ? ഇല്ല അഭിനയൊന്നുമില്ല, അഭിനയിക്കാനൊന്നും അറിയില്ല, പാട്ട് പാടാനോ. ഇപ്പൊ ഫ്യൂച്ചറിൽ അജിനെ തന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ അജിന് എവിടെ ആയിരിക്കും? അയ്യോ, എനിക്കൊരു പ്രൊഫഷണൽ സിംഗർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ പിന്നെ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, അതെവിടെ നിന്ന്? ആഗ്രഹം. ഓക്കെ. അപ്പൊ ഐ മീൻ എന്താ ഡോക്ടർ ആവണം അങ്ങനെ വല്ലതും തീരുമാനം? അങ്ങനെയൊന്നുമില്ല, ഇല്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ആരാണ് ഇൻസ്പിറേഷൻ? ഉപ്പയാണ് എല്ലാം സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത്. എല്ലാ പ്രോഗ്രാമിനും ഉണ്ടാവും. ഇപ്പം ഏത് പാട്ട് പാടണം, എപ്പം നിർത്തണം, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഉപ്പയാണ്. പിന്നെ ഉമ്മ കൂടെ വരലുണ്ട്. പിന്നെ താത്താനെ കണ്ടിട്ടാണല്ലോ ഞാൻ പാട്ട്. ആരെ പോലെ ആവണം എന്നാണ് അജിന് ആഗ്രഹം? ഒരു ശ്രേയ ഘോഷാൽ. ശ്രേയ ഘോഷാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രേയ ഘോഷാലിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഓ, അങ്ങനെയാണ്, കുറെ പാട്ട് ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുമ്പോ? ഫ്രണ്ട്സിനൊക്കെ എടുത്ത് പാടി കൊടുക്കാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? പാടി കൊടുക്കാറുണ്ട് ക്ലാസ്സിലൊക്കെ. ഇത്രയും വൈറൽ ആയിട്ടുള്ള സിംഗർ ക്ലാസ്സിലുണ്ടെന്ന് പറയുമ്പോ അവന്മാരെ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് സ്റ്റോറി ഇടാറുണ്ട്. ആദ്യം വന്ന പിന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര എക്സൈറ്റഡ്. എന്നോട് പറയും ചില കൂട്ടുകാർ എന്നിട്ട്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിക്കാറുണ്ടോ എന്നിട്ട്? ഇല്ലല്ല, ക്ലാസ് കുട്ടികളോ ഇല്ല, പുറത്തൊക്കെ വാങ്ങി. പക്ഷേ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ? നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോ ഒബ്വിയസ്ലി അതിന് മറ്റേ എന്താ പറയാ ഇന്നോഗ്രേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കാറുണ്ടോ? ഞാൻ പരിപാടിയിലൊക്കെ പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ 2 വർഷം മുമ്പ് ഞാൻ ഗസ്റ്റായി പോയിട്ടുണ്ട്. അടിപൊളി. എന്നിട്ട് അപ്പൊ ഞാൻ എത്രയില്ല, ഒരു 6th or 7th പഠിക്കുമ്പോ ഞാൻ ആ സ്കൂളിൽ ഞാൻ ഗസ്റ്റായി പോയിട്ടുണ്ട്. പഠിച്ച സ്കൂളിൽ തന്നെ ഗസ്റ്റ് ആയി പോയി. എന്നിട്ട് ലൈക്ക് എന്തായിരുന്നു എക്സ്പീരിയൻസ്? പിള്ളേരൊക്കെ എന്താ പറഞ്ഞു? സാറൊക്കെ എന്താ പറഞ്ഞു? അടിപൊളിയായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ. പിന്നെ അവിടേക്ക് തന്നെ മാറണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ആ സ്കൂളിൽ തന്നെ പഠിക്കണം എന്നായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം എനിക്ക് ആ സ്കൂൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഓരോ പാട്ട് കഴിയുമ്പോഴും അടുത്ത പാട്ട് അതിനേക്കാൾ അടിപൊളിയാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. ഇപ്പൊ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ട്, അവന്മാരൊക്കെ കമന്റ്സിലൊക്കെ ഇഷ്ടംപോലെ പറയുമല്ലോ. ഒബ്വിയസ്ലി. അപ്പൊ എങ്ങനെയാണ് അതിനൊക്കെ ഡീൽ ചെയ്യുന്നത്? ആ ചാലഞ്ചസിന് ഒരു പാട്ട് അടുത്ത പാട്ട് അതിനൊക്കെ ബെറ്റർ ആക്കണം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാ? ഇപ്പോ ട്രെൻഡിങ് സോങ്സ് ഒക്കെ പാടുകയാണെങ്കിൽ നല്ല വ്യൂസ് കിട്ടുമല്ലോ. ട്രെൻഡിങ് സോങ്സ് ഒക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പാടി വരുമ്പോൾ തന്നെ ട്രെൻഡിങ് ഒക്കെ കഴിയുന്നുണ്ടാവും. ഞാൻ അങ്ങനെ ഭയങ്കര ലേറ്റാണ് ഞാൻ. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് ഒരു മറ്റേ ഇപ്പൊ ഒരു ട്രെൻഡിങ് സോങ് പാടിയല്ലോ. അപ്പൊ അത് 2 days കൊണ്ട് 1 million ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി ട്രെൻഡിങ് പാടിക്കഴിഞ്ഞാല് പെട്ടെന്ന് അപ്പൊ പിന്നെ ട്രെൻഡിങ് പാടാന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പാടി വരുമ്പോ ട്രെൻഡിങ് കഴിയും. അടിപൊളി. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് അതിനെന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നോണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ നമ്മൾ ഈ ഒരു നിലയ്ക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. അതെ, ഇനി സപ്പോർട്ട് ചെയ്യണം. ഈ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് 2 വരി പാടാൻ പറ്റും? सम्मी मेरी वार मैं वारियानी सम्मी, सम्मी मेरी वार मैं वारियानी सम्मी. हो गिल्ली गिल्ली बनियनी सम्मिये, गिल्ली गिल्ली बनियनी सम्मिये, पैर संभल के उतारिए निसम्मिये, पैर संभल के उतारिए निसम्मिये. सम्मी मेरी वार मैं वारियानी सम्मिये, सम्मी मेरी वार मैं वारियानी सम्मिये. എനിക്കൊന്നും പറയാനില്ല, സ്പീച്ച്ലെസ് സീരിയസ്ലി. അപ്പൊ എന്റർടൈൻമെന്റ് ആയിട്ട് എന്താ ചെയ്യാ വീട്ടില്? എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കും. പാട്ട് പഠിക്കാം വീട്ടിൽ നിന്നോ? ഞാനോ?
അപ്പൊ എങ്ങനെയാ പാട്ടൊക്കെ ട്രെൻഡിങ് സോങ്സ് ട്രെൻഡിങ് സോങ്സ് ഒക്കെ ഞാൻ ട്രെൻഡിങ് സോങ്സ് ഒക്കെ പാടണമെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാടാൻ കുറെ ലേറ്റ് ആവും. അപ്പൊ ഇപ്പൊ പറയും ഇപ്പൊ തന്നെ പാടിക്കൊന്നാലേ ട്രെൻഡ് ആവുള്ളൂ എന്ന് പറയും. ഓക്കെ, അത്യാവശ്യം ലൈക്സ് കിട്ടിയ ഒരു ഹിന്ദി പാട്ടില്ലേ, മേഘർ കഹു, അത് രണ്ടുപേരി പാടും. तुमको पाया है तुझे से खोया हो, कहना चाह भी तो तुमसे क्या कहो, किसी ज़बान में भी वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सको, मैं अगर कहूँ हम सफ़र मेरे अप्सरा हो तुम या कोई परे, तारीफ ये भी तू सच है कुछ भी नहीं, तुमको पाया है तुझे से कोई हो, कहना चाह भी तो तुमसे क्या कहो, किसी ज़बान में भी वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सको. ഞാൻ പറഞ്ഞില്ലേ രോമാഞ്ചം വന്നു. ഒഫീഷ്യലി ഞാൻ അതിന്റെ ഫാനായി കാണുമ്പോ. അതിന്റെ ചിരി അയ്യോ ഒരു രക്ഷയില്ല. എല്ലാത്തിലും ഒരു പ്രത്യേക തരം ചിരി അതിന്റെ. ആ കണ്ണ് ചിരി അടിപൊളി. പാട്ടായാലും അതിനായാലും ബ്യൂട്ടിഫുൾ. താങ്ക് യു. അപ്പൊ എങ്ങനെയാണ് എപ്പോഴും ആ ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിരിക്കണേ. ബട്ട് ഈ അഭിനയിക്കുമ്പോ കരയാനൊക്കെ പറയുമല്ലോ. ഐ മീൻ ഇങ്ങനത്തെ ഞാൻ പണ്ട് ആൽബത്തിലൊക്കെ പാടിയത് തന്നെ അഭിനയിച്ചിരുന്നു. ബട്ട് എനിക്ക് കരയാൻ കഴിയൂല. ഞാൻ കരനോട് ചെറുതായിട്ട് ചിരിച്ചിരുന്നത് കണ്ടിട്ടില്ല. എങ്ങനെ പിടിച്ചാൽ കരഞ്ഞെന്ന് ചിരിക്കുണ്ടായിരുന്നു ഉള്ളിൽ കൂടി. അത് പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴും എന്നെ കളിയാക്കും. എനിക്ക് കരയാൻ അറിയില്ല. സങ്കടപ്പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗാലറി വിഷന്റെ ഒരു ഭക്തിഗാനം പോലെ ഒരു എ നസർ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിനെ പാടിയും. ഞാൻ ചിരിക്കാതെ പാടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇമോഷണലി ഒരു ഭക്തിഗാനല്ലേ, അതെ. അതിൽ നമ്മള് ചിരിച്ചിട്ട് ഇങ്ങനെ പറ്റൂലല്ലോ. ഇല്ല, ഇപ്പൊ പ്രശ്നമായിരുന്നല്ലേ അത്. പക്ഷെ വീഡിയോ ഒക്കെ കണ്ടൊക്കെ കണ്ട് കഴിഞ്ഞപ്പോ നല്ല രസം. ഇതിന്റെ മൂഡ് ഇങ്ങനെയെന്ന് പിന്നെ മനസ്സിലായി. അത് TSS വടക്കാക്കര സ്കൂളിലല്ലേ പഠിക്കുന്നത് ഇപ്പൊ? അപ്പൊ കലോത്സവത്തിനൊക്കെ പോകാറുണ്ടോ? കലോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം സ്റ്റേറ്റ് കലോത്സവത്തില് മാപ്പിളപ്പാട്ടില് കൂടിയിട്ടുണ്ടായിരുന്നു. എ ഗ്രേഡ് കിട്ടി. ഏത് പാട്ടായിരുന്നു ഇപ്രാവശ്യം തെരഞ്ഞെടുത്തുള്ള ടോപ്പിക്? ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. എല്ലാരും അത് സ്വീകരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു പാട്ട് ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഹംസ നാരാക്കവ് സാറാണ്. പിന്നെ ഈ ഒരു പാട്ടിന്റെ മ്യൂസിക്കും ട്രെയിനിങ്ങും ചെയ്തിട്ടുള്ളത് ഹനീഫ മുടിക്കോട് സാറാണ്. പാട്ട് പാടാനായോ? അതെ, പാടിക്കോ. മഹമദിയോർ നാമൈനേദ തീശന്ദേശുണ്ടദേതാജ മഷ്ഹൂറ പോരുൾദേശം ബീഷും കസൂര മഹാത്മ ബഹുസ്വര ദഹസന കഹനവകാശ ബദൽ വിധ ഫ്രീഡമയവർ കദമ ദിശ ബലതപ്പോൾ ബടിവൊത്ത ഉദിപ്പത ദേശ ഉദിക്കയും അത് കൊതിക്കയും സമയവിധിക്കയും ഗാന്ധിജി ഇന്ത്യൻ മഹാമാനുകൾക്കായി മാതൃത്ത് ഓലഭാഗം കുറിച്ചിട്ട സ്വാതന്ത്ര്യം കാത്ത് ബാപ്പുജി സുഹൃത്ത ഷറഫുടേടെ പെടലുതിപ്പും സുഖം കൊണ്ട ഇംഗ്ലണ്ട് അറവിട കൊടും കിതപ്പും സബും നമ്മെ ജനം അതിപ്പതിനുടെ മുടുക്കതോർ കണ്ട കുതി പതിൽ ഇന്ത്യൻ രാഷ്ട്രപിതാവതപോ. Oh my God, എന്ത് സ്പീഡിലാ പാടുന്നത്. ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എങ്ങനെ ആയിരിക്കും? അടിപൊളി. ഈ കലോത്സവത്തിൽ ഇവന്റ്സിനൊക്കെ പോകുമ്പോ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? മെമ്മറബിൾ ആയിട്ടുള്ള വല്ലതും? മൈക്ക് വർക്ക് ചെയ്യാണ്ടാവേ അങ്ങനെ വല്ലതും? മൈക്ക് വർക്ക് ചെയ്യാതെ കുറച്ച് പ്രോഗ്രാമിലൊക്കെ നിന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മള് അടിപൊളിയാക്കി നിൽക്കാൻ നിൽക്കണ പോസ്റ്ററിൽ ചിലപ്പം മറ്റേ കോഡ്ലെസ് മൈക്കാവല്ലോ ബാറ്ററി, ആ ടൈമിൽ ചിലപ്പം ബാറ്ററി ആണ് കഴിയും. അല്ലെങ്കിൽ പാട്ടിന്റെ നടുവ് കൂടെ ലൈറ്റ് ഒക്കെ ഓഫ് ആവും. അങ്ങനെയൊക്കെ കുറെ. അപ്പൊ എന്താ ചെയ്യാ ആ സമയത്ത്? എന്നിട്ട് നിർത്തും, പാട്ട് നിർത്തും. പിന്നെ ആദ്യം വീണ്ടും പാടും. പിന്നെ തുടങ്ങുമ്പോ ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പാട്ട് മാറ്റി പിടിക്കും. അല്ലെ പിന്നെ ആദ്യം കേൾക്കേണ്ടി വരില്ലേ, പാട്ട് മാറ്റി പിടിക്കും. അപ്പൊ എ ഗ്രേഡ് കിട്ടിയത് അല്ലേ? എല്ലാ കലോത്സവത്തിനും എ ഗ്രേഡ് കിട്ടാറുണ്ടോ? അതോ? ഞാൻ ഇപ്രാവശ്യമാണ് 8th. അപ്പൊ ഇപ്രാവശ്യമാണ് ഫസ്റ്റ് ടൈം ആണ് സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു കലോത്സവത്തിന് പാട്ട് പാടാൻ പോയിട്ട് കിട്ടാണ്ടിരുന്നിട്ടുണ്ടോ പ്രൈസ്? അത് ഞാൻ 6th പഠിക്കുമ്പോൾ
പാട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ബട്ട് എനിക്ക് അവിടെ എത്തിയപ്പോൾ പിച്ച് മാറിപ്പോയി. പിന്നെ അത് പിച്ച് മാറിപ്പോയി. അപ്പോൾ എനിക്ക് എത്തിയില്ല. ആ ടൈമിൽ അധികം പിച്ച് പോകില്ലായിരുന്നു. അപ്പോൾ പിച്ച് മാറിപ്പോയപ്പോൾ പിച്ച് കൂടിയപ്പോൾ എനിക്ക് അത് ഫുള്ളായിട്ട് പാടാൻ കഴിഞ്ഞില്ല. പാടി ബട്ട് ഫുൾ സ്ക്രാച്ച് ആയപ്പോൾ കിട്ടിയില്ല. അത് തുടക്കമായിരുന്നല്ലേ, അത് കുഴപ്പമില്ല. പിന്നെ അടുത്ത സബ്ജക്റ്റിലേക്ക് പിന്നെ ഫസ്റ്റ് ഇയർ പിന്നെ ജില്ലയിൽ പോയി. അപ്പൊ ഇങ്ങനെ കിട്ടാണ്ട് വരുമ്പോ ഒരു വിഷമം ഉണ്ടാവില്ലേ? നല്ല വിഷമമുണ്ടാവും. അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യണേ? ബിക്കോസ് ഈ മാപ്പിളപ്പാട്ടിൽ ഞാൻ സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി വെക്കാറുണ്ട്. മാപ്പിളപ്പാട്ടില് നല്ല പ്രാക്ടീസ് ആയിരിക്കുമല്ലോ. വോക്കൽ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാ ചെയ്യണേ? സൗണ്ട് റെഡിയാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചൂടുവെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ടിപ്സ് എങ്ങനെ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചെയ്യാറില്ല? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്യണം എന്നുണ്ട്. അത് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. ചെയ്യണം, ചെയ്ത് നാച്ചുറൽ ആയിട്ടപ്പോ പാടുക അങ്ങനെ അങ്ങോട്ട് പാടുക. വീട്ടില് ഇപ്പൊ കലോത്സവത്തിനൊക്കെ പ്രൈസ് ഒക്കെ അടിച്ചു വരുമ്പോ ചേച്ചി എങ്ങനെയാ കൂടെ? ഐ മീൻ തമാശയൊക്കെ ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ചീത്ത ഉണ്ടാവും, പിന്നെ അടി ഉണ്ടായ പിന്നെ നല്ല 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 പൂര അടിയൊക്കെ. എങ്ങനെ മുടിയൊക്കെ പിടിച്ചു വെച്ചാൽ അങ്ങനെയൊക്കെ ഒരറ്റം എന്തായിരിക്കും. നല്ല രസം അടിയാണ്. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് വന്ന് മുണ്ട് കേട്ടോ. അയ്യോ, ആ ടൈമില് ഭയങ്കര ദേഷ്യക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അറിയാം, മനസ്സിലാവും. എനിക്കുണ്ട് ചേച്ചി. അപ്പൊ കുഴപ്പമില്ലല്ലോ. വലിയ ആള് അടിയൊന്നും കൂടൂല. താത്തല്ലേ, ഏറ്റവും വലിയ താത്തല്ല. ഏറ്റവും കൂടുതൽ കമ്പനി ആരായിട്ടാ? അത് താത്തയും കാക്കയും വീട്ടിലുണ്ടല്ലോ. അപ്പൊ അവരോട് സംസാരിക്കാൻ മറ്റേ ആളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അജിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തേക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലാണ്, ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ ഗാലറി വിഷനിൽ കുറെ അധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം പാടി വന്നപ്പോ കുറെ മലയാള പാട്ടുകളൊക്കെയാണ് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോ കുറെ ഉറുദു, അറബി, ഹിന്ദി ഒക്കെ പാടാൻ തുടങ്ങി. ഈ ട്രഡീഷണൽ മാപ്പിള പാട്ടുണ്ടല്ലോ, ഇനിയും കുറെ റിലീസ് ആവാനുണ്ട് ഗാലറി വിഷന്റെ. അടിപൊളി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടില്ലേ യൂട്യൂബില്? ഗാലറി വിഷൻ. അത് കുറെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ പിന്നെ ഒന്ന് പാടി, പുതുതായിട്ടൊന്ന് പാടി. അത് ഗാലറി വിഷനിൽ നന്നായിട്ട് വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് 2 വരി ഒന്ന് പാടാൻ പറ്റും? സുഹറ ബത്തൂൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ശരഫുടെ നിധി മതി സന്തോഷ പൊന്തരുൾ ചന്തം മുന്തിന സുന്ദരി ചന്ദിര ശോഭി സൂര പോരുൾ കസൂര അഹമ്മദേ പുണർந்தே സുഗന്ധേ വള്ളി മികഴ്ந்தே പുകഴ്ந்தേ കന്നി പരന്തന്നെ ബിക്കിംബം ഫാത്തിമത്തെ സുഹറ മെച്ചമുള്ളക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഖി അളി ഹോജ തരുൾ കരുൾ ബുഷിറ നബി തൻ പോരുൾ മകൾ സുഹറ. ഈ പാട്ട് മലയാളം അല്ലേ? മലയാളം. ഈ പാട്ടിനെ പറ്റി എന്തൊക്കെയാ പറയാനുള്ളത്? ഈ പാട്ട് ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ല, ഇതിന്റെ മാപ്പിളപ്പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ഹനീഫ മുടിക്കോട് സാറാണ്. ഹനീഫ മുടിക്കോട് സാറിന്റെ ഈ പാട്ടും മൂപ്പരുത് തന്നെയാണ്. കുറെ മുമ്പുള്ള ഒരു പാട്ടാണ്, ട്രഡീഷണൽ സോങ്. ഞാൻ പിന്നെ പുതിയതായിട്ടൊന്ന് പാടിയതാണ്. പുള്ളിയുടെ പാട്ടാണോ കൂടുതലും ചൂസ് ചെയ്യാറ് പാടാനായിട്ട്? മാപ്പിളപ്പാട്ടുകളിലൊക്കെ. അപ്പം മലപ്പുറത്താണ് വീട്, റൈറ്റ്? അപ്പൊ പേരിന്റെ അജിൻ വെള്ളില അല്ലെ? വെള്ളില എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അല്ലേ? അവിടെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് അജിന്റെ? എല്ലാരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഈ ഒരു വെള്ളില എന്നുള്ള ഒരു പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അസിന് മാത്രമുള്ള എൻ്റെ പേര്, പിന്നെ വെള്ളില എന്നുള്ളത് സ്ഥലമാണ്. അങ്ങനെയാണ് ഞാൻ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ലൈക് വൈറലായി കഴിഞ്ഞിട്ടാണോ പേര് അങ്ങനെ വെച്ചത്, അതോ ഓൾറെഡി? അല്ല, ഓല് നാട്ടുകാരനെ വൈറലാക്കി കൊണ്ടുവന്ന അസിൻ വെള്ളില എന്നുള്ളൊരു പേരിലാണ്. അവര് ആയിട്ട് കൊണ്ടുവന്ന പേരാണ്. അടിപൊളി. അപ്പം ശരിക്കും ഒഫീഷ്യൽ പേര് അസിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്റ്റേജ് നെയിം ആണ് അസിൻ വെള്ളില. ഇൻസ്റ്റയില് പേര് അസിൻ വെള്ളില, വെള്ളില ഒഫീഷ്യൽ അതെ അല്ലേ? അതിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്, അതിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഫേവറേറ്റ് ഓഫ് ദ ഫേവറേറ്റ്, അങ്ങനെ ഒരു പാട്ടുണ്ടെങ്കിൽ അതൊന്നും പാടും. അങ്ങനെ ഒരു പാട്ട് ഫേവറേറ്റ് അങ്ങനെയല്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ് എനിക്ക്. ഞാൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിന്റെ ലിറിക്സ് എനിക്ക് അറിയുണ്ടാവില്ല. അതാണ് എൻ്റെ പ്രശ്നം. പിന്നെ അറിയുന്ന എനിക്കിഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാല് ഏതാ പാടാം? ഏതെങ്കിലും ഇപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടം, ഭയങ്കരമായിട്ട് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്? ഒരു ഹിന്ദി പണ്ടത്തെ ഒരു സോങ് പാടാം, ലതാജിയുടെ ഒരു പാട്ട് പാടാം. ഓക്കെ. जी
हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बंदा परवर शुक्रिया, दो जहां की आज खुशियाँ हो गए हासिल मुझे, आपकी नजरों ने समझा. ബ്യൂട്ടിഫുൾ. അജൻ, ആൽബം സോങ്സ്, മാപ്പിള പാട്ട്, ഇതൊക്കെ അല്ലാണ്ട് വേറെ ഏത് ജോൺറേസിലാണ് പാടാറുള്ളത്? കുറേ രാഷ്ട്രീയ ഗാനങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇലക്ഷനിൽ കുറേ MP-മാർക്ക് വേണ്ടിയിട്ട് കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടുകളിലൂടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ഈ ഒരു CAA പ്രൊട്ടസ്റ്റ് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2018 ഞാൻ പറഞ്ഞില്ലേ, അത് ഇതെന്റെ രാജ്യം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ കുറെ പേർക്ക് പാടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി. അപ്പൊ സ്വയം ഒരു പ്രൗഡ് മൂമെന്റ് അല്ലേ അതൊക്കെ? ഐ മീൻ, എന്താണ് ഫീൽ ചെയ്യുന്നത് സ്വയം? ലൈക് ഞാൻ ഇത്രയ്ക്കും അടിപൊളിയാണ്, എനിക്ക് ഇതൊക്കെ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. സ്വയം ബൂസ്റ്റ് ചെയ്യാറുണ്ടോ സെൽഫ് കോൺഫിഡൻസ്? സെൽഫ് കോൺഫിഡൻസ്. ഐ മീൻ, എങ്ങനെയാ സ്വയം ഇപ്പൊ എന്താ പറയാറ്? ഇപ്പൊ ഡൗൺ ആയിട്ടിരിക്കുമ്പോ സ്വയം എങ്ങനെയാ ബൂസ്റ്റ് ചെയ്യാറ്? ലൈക്ക് എന്നെ കൊണ്ട് കഴിയും, പാട്. പിന്നെ ഫസ്റ്റ് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ പറയാം ഇതിനെ കൊണ്ട് കഴിയൂല, പിച്ചെത്തൂല എന്നൊക്കെ പറയും. പിന്നെ പാടി വരുമ്പോൾ പിന്നെ റെക്കോർഡിസ്റ്റ് കണ്ടില്ലേ, ഈ പാടിയില്ലേ, എന്നെക്കൊണ്ട് കഴിയും. പിന്നെ ഞാൻ കോൺഫിഡൻസ് കഴിയും, ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ പറയാം നിന്നെ കൊണ്ട് കഴിയും, പാടുന്നൊക്കെ പറയും. അപ്പൊ പാടും, കിട്ടും. അടിപൊളി. ഇപ്പൊ ഗാലറി വിഷനില് കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യം പാടിയിട്ടുള്ള പാട്ട് ഓർമ്മയുണ്ടോ? ഞാൻ ചെറുതായപ്പോ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഓർമ്മയുണ്ട്. എത്ര വയസ്സുള്ളപ്പോഴാണ് പാടിയത്? ഞാൻ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, 10 വയസ്സായിരിക്കും. ഓക്കെ. ആ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? കുറച്ച് പേര് ഓർമ്മയുണ്ട്. പാടാൻ പറ്റുമോ? അല്ലാഹു സമ്മതമേകിയ ദിനമാറ്റിൽ ഹിജറക്കിറങ്ങി, പനിനീർ മണക്കും പരിമളപ്പൂവിൻ പച്ചപ്പൂര പണിഞ്ഞ് അലിയും പള്ളിയുറക്കമായി. അല്ലാഹു സമ്മതമേകിയ ദിനം ആറ്റിൽ ഹിജറക്കിറങ്ങി, പനിനീർ മണക്കും പരിമളപ്പൂവിൻ പച്ചപ്പൂത പണിഞ്ഞ് അലിയും പള്ളിയുറക്കമായി. കുറച്ച് മുമ്പ് പാടിയ ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. OM കരിവാരക്കുണ്ട് സാറ് എഴുതിയതാണ്. പിന്നെ മ്യൂസിക് ഞാൻ ഹനീഫ മുടിക്കോട് സാറിന് എഴുതിയതാണ്. അടിപൊളി. ഐ മീൻ, സീരിയസ്ലി ഞാൻ സമ്മതിച്ചിരിക്കുന്നത്, ഇത്രയും ഓർമ്മശക്തി എനിക്കൊക്കെ 5ാം ക്ലാസ്സിലൊക്കെ പാടിയ പാട്ട് എന്നൊക്കെ ഇന്ന് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. അപ്പൊ ഇടയ്ക്ക് പാടാറുണ്ടാവുമല്ലോ? ഞങ്ങൾ കാറിലൊക്കെ പ്ലേ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പാടും. ട്രാവൽ ചെയ്യാറുണ്ടോ? കുറെ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേരള അല്ലാണ്ട്? എവിടെ പറയാ, ജിദ്ദ പോയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? മലപ്പുറം, കോഴിക്കോട്. സ്വന്തം വീട് അവിടെയാണല്ലോ. മലപ്പുറം ഇഷ്ടമാണ്, പിന്നെ കോഴിക്കോട് ഇഷ്ടമാണ്. ബാക്കി ഇഷ്ടമല്ലെന്നല്ല, മനസ്സിലായി. ഫേവറേറ്റ് സ്ഥലം ചോദിച്ചേ. നമുക്ക് റാപ്പിഡ് ഫയർ റൗണ്ട് പോയാലോ? പോവാം. ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള ഹിന്ദി സിംഗർ ആരാ? ശ്രേയ ഘോഷാൽ. ഫ്യൂച്ചറിൽ ഒരു സിംഗറിന്റെ കൂടെ കൊളാബ് ചെയ്യാൻ പറ്റിയ അത് ഏത് ആർട്ടിസ്റ്റിന്റെ കൂടെ ആയിരിക്കും? ശ്രേയ ഘോഷാൽ. ശ്രേയ ഘോഷാൽ. വേറെ ജോൺറിയിൽ പാട്ട് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അത് ഏത് ജോൺറയാണ്? ഗസൽ ഇഷ്ടമാണ്. ഗസൽ ഇഷ്ടമാണ്. എന്നാ ഗസലിൽ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഗസലിൽ പാടാം. മെഹദി ഹസൻ സാറുടെ ഒരു പാട്ടാണ്. रफ्ता रफ्ता वो मेरे हस्ती का सामा हो गए, रफ्ता रफ्ता वो मेरे हस्ती का सामा हो गए, पहले जान फिर जाने जान फिर जाने जाना हो गए, रफ्ता रफ्ता वो मेरे
हस्ती का सामा हो गए, दिन ब दिन बढ़ती गई इस हुस्न की रानाया, दिन ब दिन बढ़ती गई इस हुस्न की रानाया, पहले गुल फिर गुल बदन फिर गुल बदामा हो गए, रफ्ता रफ्ता वो मेरे हस्ती का सामा हो गए. അടിപൊളി. ഡെഫിനറ്റ്ലി ഗസൽ പാടണുണ്ടോ ഇനിയും കൂടുതൽ? അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനസ്സിൽ തട്ടിയൊരു പാട്ട് അതും കൂടെ ഒന്ന് പാടിയിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് ഗാലറി വിഷൻ്റെ തന്നെ ഒരു റിലീസായിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. ആഷിഖ് അസാൻ സർ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അതിൻ്റെ ഒരു നല്ലൊരു പാടാം. താരിളം മലർവനിയോ താരകം തരും നിധിയോ ത്വയിഭാശ്രയം ഗുരുവോ സ്വർഗീയ തിങ്കളാരോ, സ്നേഹാമൃതം റസൂലേ സ്വല്ലൂ അലാ റസൂലേ, കണ്ണാലെ കാണാം നൂറ് നബീന കൽബാറ്റിലെ പ്രേമ തേനേ അമീന, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. മാഷാല്ലാ, അടിപൊളി. സീരിയസ്ലി. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് അസ്. വളരെ ഹാപ്പിയാണ് അത് നമ്മുടെ അടുത്ത് വന്നത്. അറിയാം അത്യാവശ്യം ബിസി ആണെന്നൊക്കെ. അപ്പം ഇനി ശ്രേയ ഘോഷാലിന്റെ കൂടെ ഒരു സ്റ്റേജിൽ കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.